നമസ്കാരം, ഞാൻ സജീഷ് ഗോവിന്ദൻ. ഞാനിപ്പോൾ വണ്ടി റോഡ് സൈഡിൽ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. വയനാട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഞാൻ ഇവിടെ നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് ഡ്രൈവ് ചെയ്യാനാണ് പോകുന്നത്. അപ്പം ഇത് ഗിയർ ഞാനിപ്പോൾ ഫസ്റ്റ് ഗിയറിലാക്കുന്നു. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു. റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തു. റൈറ്റിലെ മിറർ നോക്കുന്നു. ബാക്കിൽ ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട്. നല്ല തിരക്കുള്ള റോഡാണ്. വളരെ ശ്രദ്ധിച്ച് വേണം ഇവിടുന്ന് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ റൈറ്റിലെ മിറർ നോക്കിയിട്ട് വണ്ടി ഇല്ലാത്ത സമയത്ത് ഞാൻ ഇത് റൈറ്റിലേക്ക് സ്റ്റിയറിംഗ് പതിയെ തിരിച്ച് വണ്ടി എടുക്കുന്നു. നോക്കൂ നിങ്ങൾ, പതിയെ വണ്ടി എടുക്കുന്നു. പതിയെ റോഡിലേക്ക് കയറ്റി ഒന്ന് സ്പീഡാക്കി ഞാനിതാ സെക്കൻഡ് ഗിയർ ആക്കുന്നു. ഓരോ കാര്യങ്ങളും നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഞാനിപ്പോൾ സെക്കൻഡ് ഗിയർ ആക്കി. കുറച്ചും കൂടി മുന്നോട്ടേക്ക് പോയി കഴിയുമ്പോൾ ഞാൻ ഒന്ന് സ്പീഡാക്കി ഇതാ തേർഡ് ഗിയർ ആക്കി. കണ്ടില്ലേ? തേർഡ് ഗിയർ ആക്കിയിട്ട് ഞാനിതാ ലെഫ്റ്റ് സൈഡ് അടുപ്പിച്ചിട്ടാണ് പോകുന്നത്. ലെഫ്റ്റ് സൈഡിലെ ബോർഡർ ലൈൻ എനിക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ഈ മിററിന്. അത് നോക്കിയിട്ട് അതിനടുപ്പിച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും കൂടെ സ്പീഡാക്കി ഞാൻ ഇതാ ഫോർത്ത് ഗിയർ ആക്കി. വയനാട്ടിലെ റോഡുകളിലൂടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വളവും തിരിവുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഫോർത്ത് ഗിയറിലാണ് ഉള്ളത്. ഞാൻ ഇതാ പതിയെ പോകുന്നു. ഇവിടെയൊക്കെ സ്പീഡ് ലിമിറ്റ് 40 ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു സ്പീഡ് ലിമിറ്റൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക. ഫോർത്ത് ഗിയറിൽ നമ്മളിങ്ങനെ പോകുന്നു. ഒന്ന് സ്പീഡ് കൂട്ടി ഞാനിതാ ഫിഫ്ത്ത് ഗിയർ ആക്കി. ഫിഫ്ത്ത് ഗിയറിലാണ് ഇപ്പോൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. റൈറ്റ് സൈഡിലായിട്ട് പഴശ്ശി പാർക്കൊക്കെ നിങ്ങൾക്ക് കാണാം. മാനന്തവാടി പഴശ്ശി പാർക്കാണ് റൈറ്റ് സൈഡിലുള്ളത്. ഫോർത്ത് ഗിയറിൽ ഇങ്ങനെ പോകുന്നു. നോക്കുക, കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കുക. ഇപ്പം നമ്മളൊരു പാലത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ചെറിയൊരു ടൗണൊക്കെ വരുന്നുണ്ട്. ഞാനിപ്പോൾ ഫിഫ്ത്ത് ഗിയർ മാറ്റിയിട്ട് ഇതാ ഫോർത്ത് ഗിയർ ആക്കി. ഫോർത്ത് ഗിയറിൽ പോകുന്നു. സ്പീഡ് കുറച്ച് തേർഡ് ഗിയർ ആക്കി. മുമ്പിലൊരു സ്കൂട്ടി വന്നുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഒന്നും കൂടെ സ്പീഡ് കുറഞ്ഞു. ഇത് സെക്കൻഡ് ഗിയർ ആക്കി. ക്ലച്ച് ഔട്ട് ഞാൻ സെക്കൻഡ് ഗിയർ ആക്കി. ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് താഴെ വെച്ചു. നോക്കുക നിങ്ങൾ, സ്പീഡ് കൂട്ടി ഞാൻ ഇതാ തേർഡ് ഗിയർ ആക്കി. ഇപ്പോൾ തേർഡ് ഗിയറിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതാ ഒന്നും കൂടെ സ്പീഡ് കൂട്ടുന്നു. കുറച്ചൊന്ന് സ്പീഡ് കൂട്ടി, പക്ഷേ സ്പീഡ് വീണ്ടും കുറച്ചു. കാര്യം എന്താ വെച്ചാൽ വീണ്ടും ഇവിടെ ഒരു വളവ് വരുന്നുണ്ട്. നമുക്ക് അങ്ങനെ സ്പീഡിൽ ഓടിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. തേർഡ് ഗിയറിൽ തന്നെയാണ് പോകുന്നത്. സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നത് നിങ്ങൾ നോക്കുക. തേർഡ് ഗിയറിൽ ഇങ്ങനെ പോകുന്നു. ഈ വളവ് കഴിഞ്ഞ ഉടനെ ഞാൻ തേർഡ് ഗിയറിൽ നിന്ന് ഫോർത്ത് ഗിയറിലേക്ക് മാറ്റാൻ പോവുകയാണ്. സ്പീഡ് കൂട്ടി ഫോർത്ത് ഗിയർ ആക്കി. കണ്ടില്ലേ? ഫോർത്ത് ഗിയറിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചുരത്തിലൂടെ ഡ്രൈവ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവർ കുറച്ച് ദിവസം മുന്നേ ചെയ്ത വീഡിയോ നോക്കുക. നമ്മളിപ്പം ഫോർത്ത് ഗിയർ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ എതിരെ വണ്ടി വരുന്നുണ്ട്. ഞാൻ ചെറുതായിട്ടൊന്ന് സ്പീഡ് കുറച്ചു. കണ്ടില്ലേ? സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊക്കെ വെട്ടിക്കുന്നത് നിങ്ങൾ നോക്കുക. അത് മുന്നിലെ വണ്ടി കാണുന്നതുകൊണ്ട്, അല്ലെങ്കിൽ മുന്നിൽ നിന്ന് ഏതെങ്കിലും വണ്ടിയൊക്കെ ഓവർടേക്ക് ചെയ്ത് വരുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക വീഡിയോയിൽ എങ്ങനെയാണ് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നതെന്നൊക്കെ. ഞാനിപ്പോൾ ഫോർത്ത് ഗിയർ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കുക, മാനന്തവാടിയാണ് ഇത് ലൊക്കേഷൻ ചില ആളുകളെങ്കിലും ചോദിച്ചിരുന്നു വീഡിയോയിൽ പറയണമെന്ന്, ഏത് വഴിയാണ് ഡ്രൈവ് ചെയ്യുന്നതെന്ന്. ഒരുപക്ഷെ വയനാട്ടിൽ നിന്ന് വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ വീഡിയോക്ക് താഴെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ലൊക്കേഷൻ എവിടെയാണെന്ന്. നമ്മൾ ഫോർത്ത് ഗിയറിൽ ഇങ്ങനെ പോകുന്നു. ഇവിടെ എത്തുന്ന സമയത്ത് നിങ്ങൾ നോക്കാം, മുമ്പിൽ വണ്ടിയുണ്ട്. നമുക്ക് അത്ര സ്പീഡിൽ പോകാൻ കഴിയില്ല. തേർഡ് ഗിയർ ആക്കി. ഓവർടേക്ക് ചെയ്യാനും കഴിയില്ല. ഇവിടുന്ന് മുമ്പിൽ നിന്നൊക്കെ വണ്ടിയുണ്ട്. ഒന്നുകൂടെ സ്പീഡ് കുറഞ്ഞു. സെക്കൻഡ് ഗിയർ ആക്കി. അപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് പതിയെ പോകുന്നത്. കുറച്ചൊന്ന് റൈറ്റ് ചേർത്ത് പോകുന്നു. ഞാൻ റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്ത് റൈറ്റ് ചേർത്ത് പോകുന്നു. നമ്മൾ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നത് ഗവൺമെൻറ് കോളേജ് മാനന്തവാടിയാണ്. ഇത് റൈറ്റിലുള്ളത്. തേർഡ് ഗിയർ ആക്കി. തേർഡ് ഗിയറിലാണ് ഇപ്പോൾ പോകുന്നത്. ഒന്നുകൂടെ സ്പീഡ് കൂട്ടി ഞാൻ ഇതാ ഫോർത്ത് ഗിയർ ആക്കി. അപ്പോൾ ഫോർത്ത് ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കുക, ഇവിടുന്ന് ഇങ്ങനെ പതിയെ പോകുന്നു. വലിയൊരു സ്പീഡൊന്നുമില്ല, ഒരുപാട് സ്പീഡ് ആക്കുന്നില്ല. ഫോർത്ത് ഗിയറിൽ ഇങ്ങനെ പോകുന്നു. ഇവിടെ ഒരു വളവാണ്.
പരിചയമില്ലാത്ത റോഡുകളിലൂടെ പോകുമ്പോൾ അധികം സ്പീഡിൽ പോകരുത്, അബദ്ധങ്ങളുണ്ടാവും. അപകടങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഫോർത്ത് ഗിയറിൽ ഇങ്ങനെ പോകുന്നു. ഇവിടെ എത്തുന്ന സമയത്ത് ഞാൻ ഒന്ന് സ്പീഡ് കൂട്ടി ചെയ്താൽ ഫിഫ്ത്ത് ഗിയർ ആക്കുന്നു. വലിയ കുഴപ്പമൊന്നുമില്ലാത്ത റോഡാണ്. ഫിഫ്ത്ത് ഗിയറിൽ നമ്മളിങ്ങനെ പോകുന്നു. വേറെ വണ്ടികളില്ലെങ്കിൽ പിന്നെ നിങ്ങൾ വണ്ടികളെ പ്രതീക്ഷിക്കണം. വണ്ടിയൊന്നും ഇല്ലയെന്ന് വിചാരിച്ചിട്ട് നല്ല സ്പീഡിൽ പോകരുത്. ചിലപ്പോൾ പെട്ടെന്നായിരിക്കും എതിരെ നിന്നൊക്കെ വണ്ടി വരിക. അപ്പോൾ അത് പ്രതീക്ഷിച്ചിട്ടാണ് പോകേണ്ടത്. ഞാൻ ചെറുതായിട്ടൊന്ന് ബ്രേക്ക് കൊടുത്തൊരു വളവാണ്. മുമ്പിലൊരു വണ്ടി ഉണ്ട്, KSRTC ഉണ്ട്. ഞാനിത് തേർഡ് ഗിയർ ആക്കി. ഇപ്പോൾ കണ്ടില്ലേ, തേർഡ് ഗിയറിലാണ് പോകുന്നത്. തോണിച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലമാണിത്. തേർഡ് ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടെ സ്പീഡ് കൂട്ടി ഫോർത്ത് ഗിയർ ആക്കി. ഫോർത്ത് ഗിയറിൽ പതിയെ പോകുന്നു. ഇവിടെ എത്തുമ്പോൾ നോക്കുക നിങ്ങൾ, ഇവിടെ എത്തുമ്പോൾ ഒരു ഇറക്കാണ്. ഞാനിത് ബ്രേക്കിൽ കാല് വെച്ചു. അധികം ബ്രേക്ക് ചവിട്ടുന്നില്ല, ബ്രേക്കിൽ കാല് വെച്ചിട്ടുണ്ട്. കുറച്ച് റഫ് റോഡൊക്കെ ഉണ്ട് ഇവിടെ, എന്നാലും ചെറിയൊരു സ്പീഡിൽ തന്നെ പോകുന്നു. ഫോർത്ത് ഗിയറിൽ ഇങ്ങനെ പോകുന്നു. ഇവിടെ കുറച്ച് റഫ് റോഡുണ്ട്. ഞാൻ ഗിയർ ഡൗൺ ചെയ്ത് തേർഡ് ഗിയർ ആക്കി. കുറച്ച് റഫ് റോഡൊക്കെയാണ്, കുറച്ച് പതിയെ പോകണം, അല്ലെങ്കിൽ വണ്ടിയുടെ ടയറൊക്കെ പെട്ടെന്ന് പോകും, അലൈൻമെൻറ്റ് തെറ്റും. ഇങ്ങനെ തുള്ളിക്കഴിഞ്ഞാൽ കൂടുതൽ. തേർഡ് ഗിയറാണുള്ളത്, തേർഡ് ഗിയറിൽ തന്നെയാണുള്ളത്. സ്പീഡ് കൂട്ടി ഞാൻ ഇതാ ഫോർത്ത് ഗിയർ ആക്കുന്നു. ഇപ്പോൾ ഫോർത്ത് ഗിയറിൽ വളരെ സ്മൂത്തായിട്ട് എനിക്ക് പോകാൻ പറ്റുന്നുണ്ട്. നോക്കുക നിങ്ങൾ, ഫോർത്ത് ഗിയറിൽ ഇങ്ങനെ പോകുന്നു. കണ്ടില്ലേ, എതിരിൽ നിന്ന് KSRTC ബസ്സൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ സൈഡ് ചേർത്ത് പോകണം. കുറേ വളവുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഫോർത്ത് ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ സ്പീഡ് ലിമിറ്റ് 40 ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുക, അധികം സ്പീഡിൽ പോകരുത്. ഫോർത്ത് ഗിയറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ എത്തുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, ഇവിടെ ഞാൻ കുറച്ചും കൂടി ആക്സിലറേറ്റർ കൂട്ടുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കയറ്റാണ്. അപ്പോൾ ഈ ഒരു കയറ്റം ഇങ്ങനെ കയറി പോകണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു ആക്സിലറേറ്റർ ഞാനിപ്പോൾ കൊടുക്കുന്നുണ്ട്. ക്ലച്ചിലൊന്നും കാല് വെക്കുന്നില്ല, കാലെടുത്ത് താഴെ വെച്ചിട്ടാണ് ഉള്ളത്. ഫോർത്ത് ഗിയറിൽ ഇങ്ങനെ പോകുന്നു. കുറച്ച് റഫ് റോഡ് ഉണ്ട് ഇവിടെ. ഞാൻ ഇത് ഗിയർ ഡൗൺ ചെയ്ത് തേർഡ് ഗിയർ ആക്കി. കുറച്ച് മെല്ലെ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തേർഡ് ഗിയർ ആക്കിയത്. അതൊക്കെ നിങ്ങൾ പിന്നെ ബൈ പ്രാക്ടീസ് കൊണ്ട് കിട്ടുന്നതാണ്. നമ്മളിപ്പം വലിയ റഫ് റോഡൊക്കെ കാണുന്ന സമയത്ത് പെട്ടെന്ന് ഗിയർ ഡൗൺ ചെയ്യുക, നിങ്ങളങ്ങനെ മനസ്സിലാക്കണം അതൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതേപോലെയൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രത്യേകിച്ചും ഡ്രൈവിങ്ങിൻ്റെ തുടക്കക്കാർ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഭാവിയിൽ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.